അധികാരത്തിൽ എത്തിയതു മുതൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ട്രംപ്. പലപ്പോഴും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുന്നതല്ലാതെ പ്രശ്നം തീരുന്ന മട്ടില്ല. എന്നാൽ സമാധാനമല്ല ട്രംപിന്റെ ലക്ഷ്യമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നു തുടങ്ങിയിരുന്നു. ഗസയുടെ മണ്ണിൽ കണ്ണുവെച്ചുള്ള ട്രംപിന്റെ നീക്കത്തിൽ ഒടുവിൽ ഹമാസുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചർച്ചയ്ക്ക് നെതന്യാഹുവിനോ ഇസ്രയേൽ പ്രതിനിധികൾക്കോ ക്ഷണമില്ലെന്നാണ് പുതിയ വാർത്തകൾ. ഗാസ വിഷയത്തിൽ അമേരിക്കയുടെ രഹസ്യ പദ്ധതി ചോർത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രയേലിനെ സഹായിക്കാനാണെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ചർച്ചയിൽ ബന്ദികളെ ഉടൻ കൈമാറണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം ഹമാസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച് US നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന് അറബ് ലീഗ് അറിയിച്ചിട്ടുമുണ്ട്. ഭീകര സംഘടനയായി വിലയിരുത്തുന്ന ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിൽ ഇസ്രായേൽ എതിർപ്പ് വ്യക്തമാക്കിയതായ മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ജീവിതം ഏറെ ദുരിതപൂർണമാണെന്നും ട്രംപ് പറയുകയുണ്ടായി. സ്ഥിരമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായല്ലാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് ഖനൂറ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഇസ്രയേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഗസ വിടാനുള്ള അവസാന അവസരമാണെന്നും ട്രംപ് താക്കീത് ചെയ്തിരുന്നു. അധിനിവേശത്തിനെതിരായ പ്രതിരോധം എന്ത് വില കൊടുത്തും തുടരുമെന്ന് ഹമാസും വ്യക്തമാക്കുന്നു. അതിനിടെ ഗസയിൽ മറ്റൊരു നീക്കവുമായി ട്രംപ് എത്തിയിട്ടുണ്ട്. ഹമാസിനെ തീർക്കുമെന്ന് ഭീഷണി മുഴക്കി നടക്കുന്ന അമേരിക്ക ഇപ്പോൾ ഹമാസിനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതിനായി നിർമ്മിത ബുദ്ധിയെയും രാജ്യം കൂട്ടുപിടിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾ ഹമാസിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നു എന്ന സംശയത്തെ തുടർന്നാണ് ഈ നീക്കം. ഇതോടെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ട്രംപ് ഭരണകൂടം പ്രയോജനപ്പെടുത്തും. അങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനാണ് തീരുമാനം. വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമെന്ന് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്കെതിരെ മാസങ്ങളായി തുടരുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും നാടുകടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു. അമേരിക്കയിൽ ജൂതവിരുദ്ധതയെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ കൂട്ടുപിടിച്ചുള്ള തിരയലിൽ 10,000-കണക്കിന് വിദ്യാർത്ഥി വിസയിൽ വന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവലോകനങ്ങൾക്ക് വിധേയരാകുമെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരായ മുൻ പ്രകടനങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകളും വിദേശ പൗരന്മാർ യഹൂദവിരുദ്ധതയിൽ ഏർപ്പെടുന്നതായി ആരോപിക്കപ്പെടുന്ന ജൂത വിദ്യാർത്ഥികളുടെ കേസുകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ചില പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് പിന്നിൽ തന്നെ ജൂതന്മാരാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. നിരവധി പ്രതിഷേധക്കാർ ജൂതവിരുദ്ധതയെയും ഹമാസിനെയും അപലപിച്ചിട്ടുണ്ട്. എന്നാൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിലും ഇസ്രയേലി അനുകൂല പ്രതിഷേധങ്ങളിലും ജൂതവിരുദ്ധതയും ഇസ്ലാമോഫോബിയയും നിറഞ്ഞ സംഭവങ്ങൾ നിരവധിയായി ഉണ്ടായിട്ടുണ്ട്. അതേസമയം നിരീക്ഷണത്തിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നത് പിഴവുകൾ, തെറ്റായ തിരിച്ചറിയലുകൾ, സ്വകാര്യത ലംഘനങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ഇത് അമേരിക്കയിലെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണെന്നും ഭരണകൂടത്തിന്റെ അനാവശ്യ ഇടപെടലുകളെ വെളിവാകുന്ന നീക്കമാണിതെന്നും അമേരിക്കൻ അറബ് വിവേചന വിരുദ്ധ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബേദ് അയൂബ് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങൾ അടിയറ വയ്ക്കുന്ന നയമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫെഡറൽ ധനസഹായം നിർത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ജയിലിൽ അടയ്ക്കുകയോ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയോ ചെയ്യുമെന്നും ഇനിയവർ അമേരിക്കൻ വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സ്ഥിരമായി പുറത്താക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി തന്നെ സംസാര സ്വാതന്ത്ര്യത്തെയും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നതാണെന്ന് ഓർക്കണം. പ്രതിഷേധക്കാരോടുള്ള ട്രംപിന്റെ നിലപാടിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ വിവരിക്കാൻ പലസ്തീനികൾ ഉപയോഗിക്കുന്ന ഇൻതിഫാദ എന്ന പദം പോലും സായുധ പ്രതിരോധവും അക്രമരഹിതമായ പ്രതിഷേധങ്ങളും ഹമാസിന് അനുകൂലമായി കണക്കാക്കാമെന്ന വസ്തുതയാണ് ഇതിൽ ആശങ്കാജനകമായ കാര്യം. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതോ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോ ആയ വ്യക്തികളെ തിരയാനും ആഭ്യന്തര സർക്കാർ ഡാറ്റാബേസുകളുമായി വിസ ഉടമകളുടെ രേഖകൾ ക്രോസ് ചെക്ക് ചെയ്യാനും ഈ പദ്ധതിയുടെ ഭാഗമായി ശ്രമം നടക്കുന്നുണ്ടെന്ന് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസിലെ സെമിറ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കുന്ന ജൂത വിദ്യാർത്ഥികളിൽ നിന്നുള്ള വാർത്താലേഖനങ്ങളും
കേസുകളും നിരീക്ഷിക്കുന്നതിലേക്ക് ചില രഹസ്യാന്വേഷണ ശേഖരണം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.